അങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പിനുള്ള സമയമായി. ഇത്തവണ നമ്മൾ പോകുന്നത് ഏഷ്യയിലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് ബാൻ ചെയ്ത ഏക സ്ഥലത്തേക്കാണ്. അതെ, മാദേറ്റിലാണ് നമ്മൾ ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും നല്ല സന്തോഷം. ഞങ്ങളിപ്പോൾ നേരിലാണ്. ഇവിടുന്ന് ഷെയർ ടാക്സിയിൽ അമൻ ലോഡ്ജ് പോകണം. മുംബൈ, കല്യാൺ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം നേരിലെത്താം. ഞങ്ങൾ മുംബൈ CSTയിൽ നിന്ന് രാവിലെ 6:40 ട്രെയിനിൽ കയറി 8:30 കഴിഞ്ഞപ്പോൾ നേരിലെത്തി. ഇവിടുന്ന് അമൻ ലോഡ്ജ് വരെ ഷെയർ ടാക്സിക്ക് 100 രൂപയാണ് ചാർജ്. റൂം ഞങ്ങൾ നേരിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിരുന്നു. 1000 രൂപയുടെ ഡബിൾ ബെഡ്റൂം വിത്ത് TV ആൻഡ് വൈഫൈ ആണ് കിട്ടിയത്. ഞങ്ങൾ എത്തിയ ദിവസം മഹാരാഷ്ട്രയിൽ പബ്ലിക് ഹോളിഡേ ആയത് കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ചെറിയ റേറ്റുള്ള റൂംസൊക്കെ നേരത്തെ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. പോകുന്ന വഴി നേരിൽ ടു അമാൻ ലോഡ്ജ് ടോയ് ട്രെയിൻ ട്രാക്സ് കാണാം. പലതവണ നമ്മൾ ഈ ടോയ് ട്രെയിൻ ട്രാക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമാൻ ലോഡ്ജ് എത്തി. മാദേരൻ കയറാൻ ഒരാൾക്ക് 50 രൂപ വില വരുന്ന ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് ഉപയോഗിച്ച് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അവിടെ നിൽക്കാം. അമാൻ ലോഡ്ജിൽ നിന്ന് മാദേരൻ പോകാൻ പല ഓപ്ഷൻസ് ഉണ്ട്. അതിനായി ടോയ് ട്രെയിൻ അല്ലെങ്കിൽ റിക്ഷ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ കുതിരവണ്ടിയോ മനുഷ്യർ ഉന്തുന്ന റിക്ഷയോ ഉപയോഗിക്കാം. ഇനി നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. 2.5 കിലോമീറ്റർ ദൂരമാണ് അമാൻ ലോഡ്ജിൽ നിന്ന് മാദേരനിലേക്കുള്ളത്. മാദേരൻ വരുന്നവർ നടക്കാൻ റെഡിയായി വരണം. മാദേരൻ മാർക്കറ്റ് വരെ റിക്ഷയുള്ളൂ. വ്യൂ പോയിന്റ്സിൽ പോകാൻ ഐദർ കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ നടക്കണം. എല്ലാ വ്യൂ പോയിന്റിലേക്കൊന്നും കുതിര പോകില്ല. ഏതെങ്കിലും 4-5 വ്യൂ പോയിന്റ് പോകാൻ അവർ കുതിരയ്ക്ക് 1500 രൂപയൊക്കെ മേടിക്കും. ഞങ്ങൾ എത്തിയ സമയത്ത് ടോയ് ട്രെയിൻ ഇല്ലായിരുന്നു മാദേരനിലേക്ക്. അതുകൊണ്ട് തന്നെ ട്രാക്കിലൂടെ നടക്കാൻ തീരുമാനിച്ചു. ഒരുപാട് പേരുണ്ടായിരുന്നു നടക്കാനായിട്ട്. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് പോകുന്ന വഴി കണ്ട ചെറിയ തട്ടുകടയിൽ നിന്ന് മാഗിയും ചായയും വാങ്ങിക്കഴിച്ചു. ഞങ്ങളുടെ യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മാഗി. ഈ തണുപ്പത്ത് നല്ല ചൂട് മാഗി കഴിക്കാൻ എന്ത് രസമാണെന്നോ. ചൂട് മാഗി വായിലിട്ട് നാവ് പൊള്ളിയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ 1 മണിക്കൂർ നടത്തത്തിന് ശേഷം നമ്മൾ മാദേരൻ എത്തിയിരിക്കുകയാണ്. മാദേരൻ ടു അമൻ ലോഡ്ജ് ടോയ് ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണിത്. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. റൂമിൽ പോയി ബാഗൊക്കെ വെച്ച് വ്യൂ പോയിന്റ് നോക്കി നടക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസ് കാണുന്നത്. ബർത്ത്ഡേ പ്രമാണിച്ച് അവിടുന്ന് സ്വന്തം പേരിൽ ഒരു പോസ്റ്റ് കാർഡും അയച്ചിട്ടാണ് ബാക്കി നടന്നത്. ഞങ്ങൾ ആദ്യം പോയത് ലൂയിസ പോയിന്റിലേക്കാണ്. ഏതാണ്ട് 3-4 കിലോമീറ്റർ ദൂരമുണ്ട് മാദേരൻ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക്. പോകുന്ന വഴിയൊക്കെ വ്യൂ പോയിന്റുകൾ ഉൾപ്പെടുത്തിയുള്ള മാപ്പും സൈൻ ബോർഡുകളും ഉണ്ട്. അതുകൊണ്ട് വഴി തെറ്റി പോകുമെന്ന പേടി വേണ്ട. വഴിയൊക്കെ പേയ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളുണ്ട്. മാഗി, ചായ പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ദേ നമ്മൾ ലൂയിസ പോയിന്റിലെത്തി. ചുറ്റും കോടയാണ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ചെറിയ മഴയുമുണ്ട്. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ചെറുതായിട്ട് കോട മാറിയപ്പോൾ ഒരു കിടിലൻ വാട്ടർഫാളിൻ്റെ വ്യൂ കിട്ടി. ലൂയിസ പോയിന്റിൻ്റെ സൈഡിൽ കൂടി താഴേക്കൊരു വഴിയുണ്ട്. അതിലേ പോയാൽ വേറൊരു വ്യൂ പോയിന്റിലെത്താം. ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. എന്ത് ഭംഗിയല്ലേ ആ വാട്ടർഫാൾ കാണാൻ. ഇവിടെ നിന്ന് നമുക്ക് 2 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ച് കമ്പനി ആയതാണ്. അവരെക്കുറിച്ച് പിന്നീട് പറയാം. ലൂയിസ പോയിന്റിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോയത് സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചയാണിത്. മഴയായതുകൊണ്ട് സൺസെറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല കിടിലൻ വ്യൂസൊക്കെ കിട്ടി.
തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. നാളെ എൻ്റെ അഞ്ജലിയുടെയും ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട പിള്ളേരില്ലേ, റനയും ഷാമിലും, അവർ ഇന്ന് തിരിച്ചു പോകാനിരുന്നതാണ്. ഞങ്ങളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവർ അത് നാളത്തേക്ക് മാറ്റി. ഞങ്ങൾ കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ രാത്രി പുറത്തിറങ്ങി. രാത്രി 11:30-ക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് റൂമിൽ വന്ന് കേക്ക് കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായി. ആ സന്തോഷമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ശരിക്കും നല്ല സന്തോഷം. പിറ്റേ ദിവസം രാവിലെ തന്നെ ടോയ് ട്രെയിനിൽ പിള്ളേരെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ കറങ്ങാനിറങ്ങി. ആദ്യം പോയത് എക്കോ പോയിന്റിലാണ്. അവിടെ എത്തിയതും നല്ല മഴ. ആ മഴ മൊത്തം നനഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ പോയത് കിങ് ജോർജിലേക്കാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് കിങ് ജോർജ്. ഇന്നലെ പോയ ലൂസെ പോയിൻ്റൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ കുറേ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. കാറ്റടിക്കുമ്പോൾ റിവേഴ്സ് വാട്ടർഫോളും കാണാൻ സാധിക്കും. ഇവിടുന്ന് പരിചയപ്പെട്ട വിഷ്ണു ചെടികൾ പറിച്ച് താഴേക്ക് എറിഞ്ഞ് പലവട്ടം റിവേഴ്സ് പ്രതിഭാസം ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരുപാട് മലയാളികളെ പരിചയപ്പെടാൻ സാധിച്ചു. ഇവരൊക്കെ മലയാളീസാണ്. നോക്കിയേ എന്ത് ഭംഗിയായി ഈ വാട്ടർഫോൾസ് കാണാനെന്ന്. എത്ര കണ്ടിട്ട് മതിയിടുന്നില്ലായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഇതിൻ്റെ കാഴ്ചകൾ ആവോളം ആസ്വദിച്ചു. ഇത് ഈ കാണുന്ന മലയില്ലേ, ഇതാണ് നമ്മൾ ഇന്നലെ പോയ ലൂയിസ പോയിന്റ്. അവിടെ കുറേ പൊട്ടുപോലെ മനുഷ്യരെ കാണാം. വാട്ടർഫാളിൻ്റെയും ലൂയിസ പോയിൻറ്റിൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ലൂയിസ ലക്ഷ്യമാക്കി നടന്നു. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴി ചെറിയൊരു ഡീവിയേഷൻ എടുത്തപ്പോൾ അബാൻഡൻ്റായി കിടക്കുന്ന വീടുകൾ കാണാൻ സാധിച്ചു. ആ വീടുകളാണിത്. അങ്ങനെ വീണ്ടും ലൂയിസ പോയിന്റിലെത്തി. കുറേ നേരം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചുറ്റും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആരെയും കാണാൻ പറ്റുന്നില്ല. എന്ത് കോടയാണെന്ന് നോക്ക്. അഞ്ജലി പോകുന്നു. രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. പകല് കണ്ട കുറച്ച് മലയാളീസിനെയും കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ചു ദൂരം നടന്നു. തേർഡ് ഡേ രാവിലെ എണീറ്റ് സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 45 മിനിറ്റ് മുൻപാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുകയുള്ളൂ. ഒരാൾക്ക് 55 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സീറ്റ് നമ്പർ എഴുതിയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾക്ക് പോകാനുള്ള ട്രെയിൻ ദേ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഗാർബേറ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇത് അമാൻ ലോഡ്ജ് ടു മാദേരനുള്ള ടോയ് ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണ്. ഗൈസ്, അമാൻ ലോഡ്ജിൽ നിന്ന് നടന്നു വരുമ്പോൾ കുറച്ച് ഫ്രണ്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു ചായക്കട കാണാം.
ഈ ചായക്കടയുടെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ബോർഡും ഉണ്ട്. ഈ ബോർഡിൽ കാണുന്നത് താഴെയുള്ള ഗാർബേജ് പോയിന്റ്. അവിടെ പോസ്റ്റ് വ്യൂ ആണ്, മസ്റ്റാണ്, എന്തായാലും പോണം. ഈ വഴി സ്ട്രെയിറ്റ് പോയാൽ മതി. ഗാർബേജ് പോകുന്ന വഴിക്ക് മറ്റു കുറേ വാട്ടർഫോൾസ് കാണാം. എന്ത് ഭംഗിയാണെന്നോ. കുറേ നേരം ഞങ്ങൾ അത് നോക്കിയിരുന്നു. ദൂരെ നമ്മൾക്ക് മതേരൻ മാർക്കറ്റ് കാണാം. ദേ ദൂരെ ടോയ് ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടോ? ഗൈസ്, ലോകത്തിലെ ഏറ്റവും നല്ല വ്യൂ ഉള്ള ചായക്കടയാണിത്. വ്യൂ നോക്ക്. ഗാർബേജ് പോകുന്ന വഴിയാണ്. അധികം ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. ഇതാണ് ഗാർബേജ് വ്യൂ പോയിന്റ്. ഇന്നലെ നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിൽ കണ്ട പോലെ ഒരു ദൃശ്യം. അങ്ങ് താഴെ വില്ലേജസ് കാണുന്നുണ്ട്. അവരുടെ വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം വാട്ടർഫോൾസാ. കണ്ടിട്ടും മതി വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഓടിയും ചാടിയും ഒക്കെ റീൽസ് എടുത്തു. ഇനി കുറച്ച് വ്ളോഗിംഗ് പ്രദർശനം കാണാം. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഗാർബേജ് വ്യൂ പോയിന്റിലാണ്. മഹാരാഷ്ട്ര മാതേരനിലുള്ള ഗാർബേജ് വ്യൂ പോയിന്റ്. ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ആകെ ഞാനും ഈ നിൽക്കുന്ന അഞ്ജലി മാത്രമാണ്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്ത് കോടയാണെന്നറിയോ, വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ കോട മാറിയപ്പോൾ നല്ല കിട്ടില്ല ഒരു വ്യൂ കിട്ടി. നിങ്ങൾ മാതേരം വരികയാണ്, ഈ പോയിന്റ് മിസ്സാക്കരുത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. വേറെ ഒരു 3-4 സ്പോട്ട് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വരണം, മസ്റ്റാണ്. അതെ, ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രം. സ്വർഗമാണ് ഗൈസ്, സ്വർഗം. എന്ത് രസാ, എന്തോരം വാട്ടർഫോൾസാ. വാട്ടർഫോൾസ് കണ്ടിട്ടും മതി വരുന്നില്ല. കുറേ നേരം അവിടെ നിന്നപ്പോഴേക്ക് അവിടുത്തെ കടയിലെ ചേച്ചിയും മോനും വന്നു. അവിടെ നിന്ന് ഓരോ കപ്പ് ചായയും മാഗിയും അകത്താക്കി. അങ്ങനെ ഗാർബേജ് പോയി കണ്ട് ഞങ്ങൾ രണ്ടും തിരിച്ചു നടക്കാണ്. ബാക്കിലെ വഴി നോക്ക്, ഞങ്ങൾ രണ്ടും മാത്രം. അവിടെ ദേ തുള്ളിച്ചാടി പോകുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട സന്തോഷത്തിൽ തുള്ളിച്ചാടി പാട്ടൊക്കെ പാടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മാതേരൻ മാർക്കറ്റിലേക്കും മറ്റുമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴുത്തുപുറത്താണ് കൊണ്ടുപോകുന്നത്. ഈ റിക്ഷയുടെ വിവരങ്ങളാണ് ഈ കാണുന്നത്. തിരിച്ച് അമാനിലോട് ചെത്തി ഒരു പേരയ്ക്കയും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.